അല്ല, ശ്യാമ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. നിനക്കെന്തോ പുറത്തു പോകാനുള്ള എന്തോ ആലോചനയോ എന്തുകൊണ്ടെന്ന്. അതുള്ളതാ. പോകാനുള്ള പണത്തിന്റെ കാര്യം ഓർത്തിട്ടാ അതങ്ങനെ നിൽക്കുന്നേ. എത്ര പേര് ചോദിക്കണേ? 5 ലക്ഷം കൊടുത്താ ജോലി ഉറപ്പാണെന്നാ പറഞ്ഞേ. അല്ല, ഈ കാര്യങ്ങളും നേരെ വഴിക്കുള്ളതാണല്ലോ. കാശ് മുടക്കി ജോലി ശരിയാവില്ലേ? തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നവരാ. എങ്കിൽ അവരോട് നീ ഓക്കെ പറഞ്ഞോ? പക്ഷെ ഒരു കാര്യമുണ്ട്. 5 or 10 ഞാൻ തരാം. പക്ഷെ എന്റെ മോളെ പപ്പയെ നിങ്ങൾ കൂടെ കൊണ്ടുപോകാൻ പാടില്ല. അല്ല, നീ എന്തിനൊന്നും പറയാത്ത? അത് പിന്നെ ശ്യാമ സമ്മതിക്കുമെന്ന്. എന്ത് ശ്യാമ സംഭവിക്കുമെന്ന്? അല്ല, അതിപ്പോ എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് രക്ഷപ്പെടാൻ കാശ് വേണമെന്ന് പറഞ്ഞു. 5 ലക്ഷം തരേണ്ട സ്ഥലത്ത് 10 ലക്ഷം രൂപ തരാൻ തയ്യാറാന്ന് ഞാൻ പറഞ്ഞില്ലേ? പക്ഷെ എന്റെ മോള് പപ്പി മോള് ഈ വീട്ടിൽ വേണം. ഞങ്ങളൊപ്പം വേണം. ഞങ്ങളുടെ മോളായിട്ട് വേണം. നിന്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ മോളെ എനിക്ക് വിട്ടുതരാൻ പറ്റില്ല. ഞാൻ എന്റെ നിവൃത്തികളോട് പറയാ, വിട്ടുതരാൻ പറ്റില്ല. നീ ഒന്ന് ആലോചിക്ക്, ശരിക്കും ആലോചിക്ക് കേട്ടോ. ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ. പക്ഷെ എനിക്ക് അനുകൂലമായിട്ടുള്ള മറുപടിക്ക് വേണ്ടിയിട്ടാ ഞാൻ കാത്തിരിക്കുന്നത്. പരവശമാണെങ്കിലും കേട്ടോ കൃഷ്ണ